ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുക വെച്ചാൽ ഒരു ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ഹോംവർക്ക് ബുക്ക് ഇതൊക്കെ ഉണ്ടാക്കാനാണ്. ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ടൈമിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനൊക്കെ ഈ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഈ ഹോംവർക്ക് ചെയ്ത് പോകാത്തതിന് എനിക്ക് നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സാർമാരുടെ അടുത്താണെങ്കിലും ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും. അപ്പോൾ ഞാൻ കുറേ കിടന്ന് കരണ്ടൊക്കെ ഉണ്ട്. അപ്പം ഇതാണെങ്കിൽ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഹോംവർക്ക് വരെ തരും. അപ്പോൾ ഈ ഹോംവർക്ക് മറന്നു പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബുക്കിൽ എഴുതി വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോംവർക്ക് ബുക്ക് അഥവാ ടു ഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എത്ര പേജ് വേണോ അതിനത്ര അനുസരിച്ചിട്ടുള്ള ഒരു A4 പേപ്പർ എടുക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിന് മടക്കിയിട്ട് എന്ത് വെച്ചാൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ കട്ട് ചെയ്തെടുത്തോണ്ട് വന്നു. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പം ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾ അതിൻ്റെ ടോപ്പ് സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് ഈ പേജ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മളിത് തേച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ക്ലിപ്പ് കുത്തുക. ഇപ്പോൾ എൻ്റെ ഈ പേപ്പർ ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുണി പറന്നുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിരുന്ന ക്ലിപ്പ് എടുത്തുകൊണ്ട് ഒന്ന് കുത്തിയതാട്ടോ. ഇനി നമുക്ക് അതിൽ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞെന്ന് മനസ്സിലാകുമ്പോൾ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു സൈസ് പേപ്പർ അതിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ മുകളിൽ നിന്ന് താഴെയുള്ള ഒരു ഇതിൽ ഒരു ടേപ്പ് ഒട്ടിക്കുന്ന മാതിരി ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന എക്സസ് ആയിട്ടുള്ള ഇതൊക്കെ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പം സിസേഴ്സ് അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഡെക്കറേഷൻ ഉള്ളത് ഏതാണെന്ന് കണ്ടിടുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ടേബിൾ കണ്ടാൽ മനസ്സിലാവും എനിക്ക് ഫേവറേറ്റ് ഗ്രിഡ് ലൈൻസ് ആണ്. അതുകൊണ്ട് ഞാൻ പല ഷെയ്ഡിലുള്ള ഗ്രിഡ് ലൈൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഓർഗനൈസറിൻ്റെ ടേബിൾ ഡ്രോ തുറന്നിട്ട് അതിൽ ഗ്രിഡ് ലൈൻസ് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഓർഗനൈസർ എൻ്റെ അടയാൻ കുറച്ച് മടി. ഇനി ഈ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന ടൈമിൽ അത് അടച്ചിട്ടൊക്കെ വരണം. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു ഓർഗനൈസർ കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് അതൊരു 1 month or 2 month മുമ്പേ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രിഡ് ലൈൻസ് വരച്ചുകൊണ്ട് വന്നു. ഇനി അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് സ്റ്റിക്കർ ഒട്ടിക്കാം. അങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ നിന്ന് സ്റ്റിക്കർ ഇളക്കുമ്പം അത് ഇളകുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു സ്റ്റിക്കർ വേറെ ഒരിടത്തുനിന്ന് പറിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ടു ഡു ലിസ്റ്റ് എഴുതാം. അപ്പം ഞാനീ ടു ഡു ലിസ്റ്റ് എഴുതി യൂസ് ചെയ്യൊന്നുമില്ല, നമ്മളിപ്പോൾ വെറുതെ വരും. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ഇന്ന് നിങ്ങൾക്ക് വേറെ എന്ത് ക്രാഫ്റ്റാണ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടാറ്റാ.